ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നല്ല ഭംഗിയുള്ള ട്യൂലിപ്പ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായി പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടുന്ന് ക്രീപ്പ് പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിങ്ക് കളറുള്ള ഫ്ലവേഴ്സാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ലീഫിന് വേണ്ടി ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് 6 ഇതളുകളാണ് വേണ്ടത്. ആദ്യത്തെ 3 ഇതളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 15 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ 3 ഇതളുകൾക്ക് വേണ്ടി 16 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും, ഗ്രീൻ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി 15 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പീസ് എടുത്ത് നേരെ പകുതിയാക്കിയിട്ട് മടക്കി, എന്നിട്ട് അത് നിർത്തിയിട്ട് ആ പകുതി മടക്കിയ ഭാഗത്ത് പതുക്കെ ഞൊറിഞ്ഞെടുത്തിട്ട് നേരെ തിരിച്ച് മടക്കിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ മുകൾ വശം ഒന്ന് ചുരുണ്ട് കേവ് ഷേപ്പ് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ താഴെ വശവും ഒന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഇതള് റെഡിയായി. ഇങ്ങനെ ബാക്കിയുള്ള 6 എണ്ണവും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഇത് ഞാനിങ്ങനെ ഇവിടെ മുഴുവനായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഇതെടുത്ത് ഇങ്ങനെ മടക്കി ജസ്റ്റ് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം ടുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ലീവ്സ് നല്ല ലെങ്ത് ഉള്ളതായിരിക്കും. അതുകൊണ്ട് നല്ല നീളമുള്ള ലീഫാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്ത് ചുരുട്ടി നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം കളർ ക്രേപ്പ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ബാർബിക്യൂ സ്റ്റിക്കിൽ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഈർക്കിളിയോ ക്രാഫ്റ്റ് വയേഴ്സോ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലുള്ള സാധാ നൂലെടുത്ത് ഇതിൽ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചെറിയ 3 ഇതളുകളാണ് അകത്ത് വെക്കേണ്ടത്. അതിനുശേഷം പുറത്താണ് വലിയ ഇതളുകൾ വെക്കേണ്ടത്. ഇതിങ്ങനെ എടുത്ത് ബോളിൻ്റെ തൊട്ടടുത്ത് വെച്ച് നന്നായി മുറുക്കി കെട്ടിയെടുക്കണം. ഓരോന്നായിട്ട് വേണം കെട്ടിയെടുക്കാൻ. ട്യൂലിപ്പ് ഫ്ലവേഴ്സിൻ്റെ അടിവശം ഉരുണ്ട് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അകത്ത് ബോൾ പോലെയുള്ളത് വെക്കുന്നത്. ഇങ്ങനെ ചെറിയ 3 ഇതളുകളും ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറമെ വലുതാണ് വെക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് 2 ഇതളിൻ്റെ നടുക്കായിട്ട് വേണം അടുത്തത് വെക്കാൻ. ഇതുപോലെ ഈ 2 ഇതളിൻ്റെ ബാക്കിലായിട്ടാണ് അടുത്തത് വെക്കുന്നത്. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ടും കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നൂല് വെച്ച് ആ ഇതളുകൾ കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ നന്നായി മുറുക്കി കെട്ടണം. അല്ലെങ്കിൽ അത് അഴിഞ്ഞു ചാടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ 2 ഫിംഗേഴ്സിൻ്റെ അകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി നമുക്കിതിനൊരു ഫ്ലോറൽ ടാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഫ്ലോറൽ ടാപ്പ് ഇല്ലാത്തവർ നമ്മൾ ലീഫ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഈ ഗ്രീൻ കളർ എടുത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഈ സ്റ്റിക്കിലെല്ലാം ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ലീഫും വെച്ച് കൊടുത്ത് നമുക്ക് മുഴുവനായിട്ടും ചുറ്റിയെടുക്കാം. അങ്ങനെ ഒരു ഫ്ലവർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഏത് കളറ് ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കളേഴ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇങ്ങനെ നല്ല ഭംഗിയിൽ കുറേ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്